ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുന്തിരി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഗ്രേപ്സ് ജ്യൂസും ഗ്രേപ്സ് ലസ്സിയും റെഡിയാക്കാം. ആദ്യം നമുക്ക് മുന്തിരി കൊണ്ടുള്ള ലസ്സി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാംസ് മുന്തിരി എടുത്തിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതാദ്യം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുന്തിരിയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുന്തിരിയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എത്ര മധുരം വേണമോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. ലസ്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലസ്സി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മൾ സാധാരണ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു മുന്തിരി ലസ്സി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് മുന്തിരി കൊണ്ടുള്ള ഒരു ജ്യൂസ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാംസ് മുന്തിരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുന്തിരിയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടും 1 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതും നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാൻ ആദ്യം ഗ്ലാസ്സിലോട്ട് അല്പം ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ്സ് ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 2 റിഫ്രഷിംഗ് ഡ്രിങ്കാണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഗ്രേപ്സ് ലസ്സിയും ഗ്രേപ്സ് ജ്യൂസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.